നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലോകരാജ്യങ്ങളിലുള്ള സന്ദർശനം. അതിൽ വലിയ ചർച്ച ചെയ്യേണ്ടതായി ഒന്നുമില്ല. അസ്വാഭാവികമായി യാതൊന്നും തന്നെയില്ല. പക്ഷെ ഇതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ? 2015 ജൂൺ ഇന്ത്യൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച. 2015 തന്നെ ഓഗസ്റ്റിൽ അദാനിക്ക് എനർജി പവർ കോൺട്രാക്ട് ബംഗ്ലാദേശിൽ ലഭിക്കുന്നു. 2017 മാർച്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച. തൊട്ടടുത്ത മാസം അദാനിക്ക് മെഗാ കണ്ടെയ്നർ പോർട്ട് ഡീൽ മലേഷ്യയിൽ ലഭിക്കുന്നു. ഇനി 2018 ജനുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച. അതേ വർഷം ഡിസംബറിൽ ഇസ്രായേലുമായി ഡ്രോൺ പ്രൊജക്ടിൽ അദാനി ഒപ്പുവെക്കുന്നു. 2020 ഫെബ്രുവരിയിൽ ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്ററുമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച. അതേ വർഷം ജൂലൈയിൽ അദാനിക്ക് ശ്രീലങ്കൻ പോർട്ടിൽ ഓപ്പറേഷൻ നടത്താനുള്ള മുഴുവൻ അനുമതിയും ലഭിക്കുന്നു. 2023 ജൂണിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നേപ്പാൾ പ്രൈം മിനിസ്റ്ററുമായി കൂടിക്കാഴ്ച. 2024 ജനുവരിയിൽ നേപ്പാൾ പബ്ലിക് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുമതി അദാനിക്ക് ലഭിച്ചു. 2023 ഒക്ടോബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി താൻസാനിയയുമായി കൂടിക്കാഴ്ച. 2024 മെയ്യിൽ താൻസാനിയയിലെ ദാർസലാം പോർട്ട് ഓപ്പറേഷനായുള്ള അനുമതി 30 വർഷത്തേക്ക് അദാനിക്ക് കിട്ടും. വാളെടുക്കേണ്ട, കോയിൻസിഡൻസ് മാത്രമാണ്. അസ്വാഭാവികമായി ഒന്നുമില്ല. എന്നോടാണോ? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. വായി മുറിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാ മതി. കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് എന്ന്? കേരളത്തിന്റെ തേങ്ങയല്ല. കേരളത്തിന്റെ തേങ്ങ ആനക്കാര്യത്തിനിടയില ചേനക്കാര്യം. അവന്റെ ഒരു ഉണ്ടക്കായും പഴംപൊരിയും. അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു?